ലെജൻഡേഴ്സ് പോളിനോമിയലിലെ റെക്കറൻസ് റിലേഷനും അതുപോലെ തന്നെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിയും അപ്ലൈ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഈ ക്ലാസ്സിൽ ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു 1/2 ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 ആൻഡ് പി എൻ ഡാഷ് ഓഫ് -1 ഈക്വൽ ടു -1 ദ ഹോൾ റേസ് ടു n - 1 ഇൻറ്റു n പ്ലസ് 1/2. നമ്മൾ നേരത്തെ ഇതുപോലത്തെ കുറച്ച് പ്രോബ്ലമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക് ബാക്കി ഉള്ള പ്രോബ്ലമാണ് ഈ പറയുന്നത്. ഇപ്പോൾ ലെജൻഡേഴ്സ് ഇക്വേഷൻ എന്താണെന്നറിയാം. പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ലെജൻഡേഴ്സ് ഇക്വേഷൻ 1 - x² y ഡബിൾ ഡാഷ് -2xy ഡാഷ് പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 y ഈക്വൽ ടു 0. ഈ ലെജൻഡേഴ്സ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ലെജൻഡേഴ്സ് പോളിനോമിയൽ. സോ വൈക്ക് പകരം നമുക്ക് പി എൻ അപ്ലൈ ചെയ്യാം. അപ്പോൾ വൈ ഡാഷ് പി എൻ ഡാഷ് ആകും, വൈ ഡബിൾ ഡാഷ് പി എൻ ഡബിൾ ഡാഷ് ആകും. അപ്പോൾ അവിടെ പി എൻ എക്സ് എന്ന് പറയുന്ന വാല്യൂ വൈക്ക് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മളോട് പി എൻ ഡാഷ് ഓഫ് 1 എന്താണെന്നും പി എൻ ഡാഷ് ഓഫ് -1 ചോദിച്ചിരിക്കുന്നത്. സോ പുട്ട് എക്സ് ഈക്വൽ ടു 1 ഇൻ ഇക്വേഷൻ 1. ഈ ഇക്വേഷനകത്തേക്ക് എക്സിൻ്റെ വാല്യൂ 1 എന്ന് അപ്ലൈ ചെയ്യുക. എക്സിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ 1 - 1 0 ആകും. കാരണം എക്സ് 1 ആകുമ്പോൾ 1 - x² എന്തായി മാറും, 0 ആകും. അപ്പോൾ ആദ്യത്തെ ടേം 0 മൈനസ് 2 ഇൻറ്റു 1 ഇൻറ്റു പി എൻ ഡാഷ് ഓഫ് 1 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 പി എൻ ഓഫ് 1 ഈക്വൽ ടു 0. ലെഫ്റ്റ് സൈഡുമുണ്ട് റൈറ്റ് സൈഡുമുണ്ട്. സോ പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു എന്ത് വരും, -2 പി എൻ ഡാഷ് ഓഫ് 1 ഒന്നുകിൽ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എന്ത് വരും, 2 പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 പി എൻ ഓഫ് 1. അപ്പോൾ സോൾവ് ചെയ്യുമ്പം പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2 പി എൻ ഓഫ് 1 എന്ന് വരും. പി എൻ ഓഫ് 1 റിസൾട്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. പി എൻ ഓഫ് 1 എന്ന് പറയുന്നത് എന്താണ്, പി എൻ ഓഫ് 1 എന്ന് പറയുന്ന 1 ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പി എൻ ഓഫ് -1 എന്ന് പറയുന്നത് -1 റേസ് ടു n എന്ന് നേരത്തെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പം പി എൻ ഡാഷ് ഓഫ് 1 എന്താകും, പി എൻ ഓഫ് 1ന് 1 കൊടുക്കുമ്പോഴത്തേക്കും പി എൻ ഡാഷ് ഓഫ് 1 ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. അങ്ങനെയാണെങ്കിൽ അടുത്തത് പി എൻ ഡാഷ് ഓഫ് -1 ആണ് ചോദിച്ചിരിക്കുന്നത്. -1 ചോദിച്ചാൽ ഈ ഇക്വേഷൻ 1നകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കുക, -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സിന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ തന്നെ പി എൻ ഡാഷ് ഓഫ് -1 ഈക്വൽ ടു എന്ത് കിട്ടും, -n ഇൻറ്റു n പ്ലസ് 1/2 ഇൻറ്റു -1 ദ ഹോൾ റേസ് ടു n എന്ന് കിട്ടും. സോ -1 ദ ഹോൾ റേസ് ടു എന്നും ഫ്രണ്ടിലൊരു മൈനസും അപ്പ് കിടപ്പുണ്ട്. അതുകൊണ്ട് -1 ദ ഹോൾ റേസ് ടു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1/2 എന്ന് കിട്ടും. ഇനി നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് -1 ദ ഹോൾ റേസ് ടു n - 1 ആണ്. -1 ദ ഹോൾ റേസ് ടു n - 1 എന്ന് പറഞ്ഞാലും -1 ദ ഹോൾ റേസ് ടു n പ്ലസ് 1 എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. സോ n പ്ലസ് 1ന് പകരം ഞാൻ എന്ത് അപ്ലൈ ചെയ്തു, n - 1 എന്ന് എഴുതി. കാരണം n ഈവൻ ആണെങ്കിൽ n - 1 ഓഡാണ്, n ഓഡാണെങ്കിൽ n - 1 ഈവൻ ആണ്. അത് n ഈവൻ ആണെങ്കിലും ഓഡാണെങ്കിലും അതിന് n അനുസരിച്ച് തന്നെയാണ് n പ്ലസ് 1 വരുന്നത്. സോ -1 ദ ഹോൾ റേസ് ടു n - 1 ഇൻറ്റു n പ്ലസ് 1/2 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ രണ്ട് റിസൾട്ടും വളരെ സിമ്പിളാണ്. പി എൻ ഡാഷ് ഓഫ് 1ഉം പി എൻ ഡാഷ് ഓഫ് -1ഉമാണ്. അതിന് നിങ്ങൾ ലെജൻഡേഴ്സ് ഇക്വേഷൻ എടുക്കുക. ലെജൻഡേഴ്സ് ഇക്വേഷനകത്ത് വൈക്ക് പകരം പി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈക്ക് പകരം പി എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഡാഷിന് പകരം പി എൻ ഡാഷ്, വൈ ഡബിൾ ഡാഷിന് പകരം പി എൻ ഡബിൾ ഡാഷ്. അപ്പോൾ നമ്മളിവിടെ എക്സിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറഞ്ഞാണ് എക്സിന് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ എക്സിന് -1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് റിസൾട്ടുകൾ പെട്ടെന്ന് തന്നെ കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി എൻ ഓഫ് 0 ഈക്വൽ ടു 0 ഇഫ് n ഈസ് ഓഡ് ആറ്റ് പി എൻ ഓഫ് 0 നോട്ട് ഈക്വൽ ടു 0 ഇഫ് n ഈസ് ഈവൻ. നമ്മളത് ഇതേ റിസൾട്ട് തന്നെ പല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇതേ പ്രോബ്ലം തന്നെ, സെക്കൻഡ് ഇപ്പോൾ പറയുന്ന പ്രോബ്ലം തന്നെ നിങ്ങൾ P2m ഈക്വൽ ടു എന്ന് പറഞ്ഞ് P2m പ്ലസ് 1 എന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അതായത് n ഈവൻ ആണെങ്കിൽ ഒരിക്കലും 0 ആകുന്നില്ല. പി എൻ ഓഫ് 0 ഒരിക്കലും 0 ആകില്ല. n ഓഡ് ആണെങ്കിൽ 0 ആകും. അപ്പോൾ എന്താണ്, നമ്മൾ ഇവിടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എടുക്കുകയാണ്. കൺസിഡർ ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ 1 - 2xt പ്ലസ് t² ദ ഹോൾ റേസ് ടു -1/2 ഈക്വൽ ടു സിഗ്മ പി എൻ ഓഫ് x ഇൻറ്റു ടി റേസ് ടു n. ഇപ്പോൾ ഏതിന് അപ്ലൈ ചെയ്യണം. ഇപ്പം നേരത്തെ നമ്മൾ എന്താണ് കൊടുത്തിരുന്നത്, ലെജൻഡേഴ്സ് ഇക്വേഷനാണ്. അപ്പോൾ പി എൻ ഡാഷ് ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പി എൻ ഓഫ് 0 ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നത് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ പി എൻ ഡാഷും പി എന്നും ഒക്കെ വരുന്ന സമയത്ത്, അതായത് പി എൻ വരുന്ന സമയത്ത് കൂടുതലും നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് പ്രൂഫ് നടത്താൻ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ഡാഷും ഡബിൾ ഡാഷും ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ലെജൻഡേഴ്സ് ഇക്വേഷനാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ റെക്കറൻസ് റിലേഷനാണ് അപ്ലൈ ചെയ്യുന്നത്.
അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, പി എൻ ഓഫ് 0 ആണ് ചോദിച്ചിരിക്കുന്നത്. സോ പുട്ട് എക്സ് ഈക്വൽ ടു 0, എക്സിന് 0 കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുക, സിഗ്മ പി എൻ ഓഫ് 0 ഇൻറ്റു ടി റേസ് ടു എൻ ഈക്വൽ ടു 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/2. എക്സിന് 0 കൊടുത്തപ്പോഴുള്ളതാണ്. എക്സിന് 0 കൊടുക്കാൻ കാരണം എന്താണ്, ക്വസ്റ്റ്യൻ പി എൻ ഓഫ് 0 ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സിന് 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം പി എൻ ഓഫ് 0 കിട്ടണമെങ്കിൽ ഈക്വേഷനകത്ത് ടി റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി എൻ ഓഫ് 0. ടി റേസ് ടു എന്നിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് ആര്, പി എൻ ഓഫ് 0. നമുക്ക് 1 പ്ലസ് ടി സ്ക്വയർ ദ ഹോൾ റേസ് ടു -1/2 എക്സ്പാൻഡ് ചെയ്താൽ 1 - 1/2 ടി സ്ക്വയർ പ്ലസ് 1 × 3 ഡിവൈഡഡ് ബൈ 2 × 4 ടി റേസ് ടു 4 പ്ലസ് എക്സെട്ര. ഇവിടുത്തെ പ്രത്യേകത എന്താണ്, ടിയുടെ പവർ ഈവൻ മാത്രമേ വരുന്നുള്ളൂ, ഓഡ് പവർ വരുന്നില്ല. സോ എൻ ഓഡ് ആണെങ്കിൽ, ഇഫ് എൻ ഈസ് ഓഡ് ദെൻ പി എൻ ഓഫ് 0 ഈസ് ദ കോഎഫിഷ്യൻ്റ് ഓഫ് ടി റേസ് ടു എൻ. അതായത് ഓഡ് പവർ, ടിയുടെ പവർ ഓഡ് പവർ വരുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് പി എൻ ഓഫ് 0. പക്ഷെ നമ്മുടെ എക്സ്പാൻഷനകത്ത് എന്ത് വരികയില്ല, കോഎഫിഷ്യൻ്റ് ഓഫ് ടി റേസ് ടു ഓഡ് പവർ എന്ന് പറയുന്നത് 0 ആണ്. അത് കാരണം ഇഫ് എൻ ഈസ് ഓഡ്, എൻ ഓഡ് ആണെങ്കിൽ പി എൻ ഓഫ് 0 എന്തായി മാറും, 0 ആണ്. കാരണം ടി റേസ് ടു ഓഡ് പവർ ഇല്ല, അതുകൊണ്ട് വാല്യൂ 0 ആണ്. ഇഫ് എൻ ഈസ് ഈവൻ ആണെങ്കിലോ 0 ആകുമോ, ഇല്ല. വാട്ട് ഈസ് ദ കോഎഫിഷ്യൻ ഓഫ് ടി റേസ് ടു എൻ, ടി റേസ് ടു എന്നിൻ്റെ ആണ് എടുക്കുന്നതെങ്കിലും ഇപ്പറ വരുമ്പോൾ എന്ത് വരും, ടി റേസ് ടു 2n പവറാണ് വരുന്നത്. അപ്പം -1 ദ ഹോൾ റേസ് ടു n, 1 × 3 × 5 എക്സെട്ര 2n - 1 ഡിവൈഡഡ് ബൈ 2 × 4 × 6 എക്സെട്ര 2n ആണ് n ഈവൻ ആവുമ്പോൾ വരുന്നത്. എന്നിൻ്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ വരുന്ന വാല്യൂ അതാണ്. സോ ഇവിടെ ഇത് തന്നെയാണ് പറഞ്ഞത്, പി എൻ ഓഫ് 0 നോട്ട് ഈക്വൽ ടു 0 ഇഫ് എൻ ഈസ് ഈവൻ. എൻ ഈവൻ ആവുമ്പോൾ ടി റേസ് ടു ഈവൻ പവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പി എൻ ഓഫ് 0 എന്താകില്ല, 0 ആകത്തില്ല. അപ്പം അത് പല രീതിയിൽ ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതാണ്. ഇതിനു മുമ്പ് നമ്മളത് ചെയ്തതാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഷോ ദാറ്റ് ഇൻ്റഗ്രൽ -1 to 1 x² - 1 പി എൻ പ്ലസ് 1 പി എൻ ഡാഷ് ഈക്വൽ ടു 2n × n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 × 2n പ്ലസ് 3. ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഇൻ്റഗ്രേഷൻ -1 to 1. അപ്പോൾ ഇവിടെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിക്കൊപ്പം തന്നെ ഏതെങ്കിലും റെക്കറൻസ് റിലേഷനും കൂടെ അപ്ലൈ ചെയ്താണ് ഇവിടെ എടുക്കുന്നത്. ഇവിടെ എടുക്കുന്നത് 1x² - 1 പി എൻ ഡാഷ് ഇൻറ്റു പി എൻ പ്ലസ് 1 എന്നാണ് ക്വസ്റ്റ്യനകത്ത് വന്നേക്കുന്നത്. അപ്പോൾ x² - 1 ഒക്കർ ചെയ്യുന്ന റെക്കറൻസ് റിലേഷൻ ഏതാണെന്ന് നോക്കണം. ആ x² - 1 ഇല്ലെങ്കിലും 1 - x² എന്ന് പറഞ്ഞ റെക്കറൻസ് റിലേഷൻ 5-നകത്തുണ്ട്. ആ റെക്കറൻസ് റിലേഷൻ 5 എഴുതി 1 - x² പി എൻ ഡാഷ് ഈക്വൽ ടു n × പി എൻ - 1 മൈനസ് x × പി എൻ, റെക്കറൻറ്റ് റിലേഷൻ 5. പക്ഷേ നമ്മുടെ പ്രോബ്ലത്തിനകത്ത് x² - 1 ആയത് കാരണം 1 - x² എന്താക്കുവാണ്, x² - 1 ആക്കി മാറ്റുവാണ്. x² - 1 ആക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം പി എൻ - 1 മൈനസ് എക്സ് പി എൻ എന്താകും, എക്സ് പി എൻ മൈനസ് പി എൻ - 1 എന്നാകും. x² - 1 1 - x² ആകുമ്പോൾ അതുപോലെ തന്നെ അടുത്ത സൈഡിലും നേരെ തിരിയും, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നേരെ a - b എന്താവും, b - a എന്നുള്ള ഫോമിലേക്കാവും. ഇനി നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് എടുക്കുകയാണ്. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് ഇൻ്റഗ്രൽ -1 to 1 x² - 1 പി എൻ പ്ലസ് 1 പി എൻ ഡാഷ് ഡി എക്സ് ഈക്വൽ ടു, അതിനകത്ത് x² - 1 പി എൻ ഡാഷിന് പകരം നമുക്കിപ്പോൾ ഒരു റിസൾട്ട് കിട്ടി n × x പി എൻ മൈനസ് പി എൻ - 1. അതിവിടെ അപ്ലൈ ചെയ്യുന്നു. n × x പി എൻ മൈനസ് പി എൻ - 1 എന്ന് പറഞ്ഞ് ആ x² - 1 പി എൻ ഡാഷിന് പകരം അപ്ലൈ ചെയ്തു ഇൻറ്റു പി എൻ പ്ലസ് 1 ഡി എക്സ് എന്ന് എഴുതി. അതായത് n നമുക്ക് ഏറ്റവും ഔട്ട്സൈഡ് വെളിയിൽ നിർത്തി ഇൻ്റഗ്രൽ -1 to 1 x × പി എൻ × പി എൻ പ്ലസ് 1 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ -1 to 1 പി എൻ - 1 പി എൻ പ്ലസ് 1 ഡി എക്സ്. ഓക്കെ, നമുക്കറിയാം ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് n നോട്ട് ഈക്വൽ ടു m, എന്നും എമ്മും ഈക്വൽ അല്ല എങ്കിൽ ഇൻ്റഗ്രേഷൻ വാല്യൂ 0 ആണ്. എന്നും എമ്മും ഈക്വൽ ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ആണ്. ആ റിസൾട്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. ഈ ഇക്വേഷൻ 1-നകത്ത് രണ്ടാമത്തെ ടേമായ ഇൻ്റഗ്രൽ -1 to 1 പി എൻ - 1 പി എൻ പ്ലസ് 1 ഡി എക്സ് എന്ന് പറയുന്നത് എന്തായി പോകും, 0 ആകും. കാരണം ഇവിടെ പി എൻ - 1ഉം n പ്ലസ് 1ഉം ഈക്വൽ അല്ല, ആണോ, n - 1ഉം n പ്ലസ് 1ഉം ഈക്വൽ അല്ല. സോ ഈ ഇൻ്റഗ്രൽ വാല്യൂ 0 ആകും. പിന്നെ പോയിട്ട് എന്ത് കണ്ടുപിടിച്ചാൽ മതി, -1 to 1 x × പി എൻ × പി എൻ പ്ലസ് 1 കണ്ടുപിടിച്ചാൽ മതി. നമ്മളിത് x × പി എൻ × പി എൻ പ്ലസ് 1 കണ്ടുപിടിക്കുന്ന പ്രൊസീജിയർ പറഞ്ഞതാണ്. അപ്പോൾ x × പി എൻ × പി എൻ പ്ലസ് 1 കണ്ടുപിടിക്കാൻ വേണ്ടി റെക്കറൻസ് റിലേഷൻ 1 ഫസ്റ്റ് റെക്കറൻസ് റിലേഷൻ അപ്ലൈ ചെയ്യും. ആർക്ക് പകരം, എക്സ് പി എന്നിന് പകരം അപ്ലൈ ചെയ്യും. എക്സ് പി എൻ × പി എൻ പ്ലസ് 1-നകത്ത് എക്സ് പി എന്നിന് പകരം
ഫസ്റ്റ് റെക്കറൻസ് റിലേഷനകത്തുനിന്ന് എക്സ് പി എന്നിന് പകരം നമുക്ക് 1/2n+1 ഇൻറ്റു n+1 ഇൻറ്റു പി എൻ പ്ലസ് വൺ പ്ലസ് എൻ പി എൻ മൈനസ് വൺ എന്നുള്ള റിസൾട്ട് കൊടുക്കാൻ പറ്റും. ഏതിന് പകരമാണ്? എക്സ് പി എന്നിന് പകരം റെക്കറൻസ് റിലേഷൻ 1-നകത്ത് നിന്ന് 1/2n+1 ഇൻറ്റു n+1 ഇൻറ്റു പി എൻ പ്ലസ് വൺ പ്ലസ് എൻ ഇൻറ്റു പി എൻ മൈനസ് വൺ എന്ന് പറയുന്ന റിസൾട്ട് കൊടുക്കാം. ഇൻറ്റു ബാക്കി പോയിട്ട് എന്ത് വരുന്നുണ്ട്? pn+1 dx. അപ്പോൾ നോക്കിക്കേ, നമുക്കിവിടെ റിസൾട്ടിനകത്ത് ഓൾറെഡി ഒരു n മേളിൽ കിടപ്പുണ്ട്. എന്നത് നിൽക്കട്ടെ, അത് അവസാനം നിൽക്കാം. സോ 1/2n+1 ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ -1 to 1 n+1 pn+1 ദ ഹോൾ സ്ക്വയർ വരും. pn+1 സ്ക്വയർ dx പ്ലസ് n ഇൻറ്റു pn-1 ഇൻറ്റു pn+1 dx. ഇവിടെയും n കോൺസ്റ്റൻ്റ് ആണ്. pn-1 pn+1 ഇൻ്റഗ്രൽ എന്തായി മാറും? വീണ്ടും 0 ആയി പോകും. ഇനി n+1 ഇൻറ്റു pn+1 സ്ക്വയർ എന്തായി മാറും? n+1 ഇൻറ്റു n+1 കോൺസ്റ്റൻ്റ് ആണ്, അത് കാരണം അവിടെ ഔട്ട്സൈഡ് നിർത്താം. pn+1 ദ ഹോൾ സ്ക്വയർ. pn സ്ക്വയർ ആയിരുന്നെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2n+1. pn+1 സ്ക്വയർ ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു n+1 പ്ലസ് 1 ആണ്. അപ്പോൾ എന്ത് വരും? 2n+3 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? n+1. അപ്പം 2 ഇൻറ്റു n+1 2n+3 എന്നാണ് താഴെ വരുന്നത്, പ്ലസ് 0. അപ്പം 1/2n+1 ഔട്ട്സൈഡ് നിൽപ്പുണ്ട്. പിന്നെ വരുന്നത് 2 ഇൻറ്റു ഈ ഓൾറെഡി n+1 അവിടെ കിടപ്പുണ്ട്. n+1 ഡിവൈഡഡ് ബൈ 2n+3 പ്ലസ് 0. അപ്പോൾ എന്ത് കിട്ടും? 2 ഇൻറ്റു n+1 ഇൻറ്റു 2 ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു 2n+3. അത് ഇക്വേഷൻ 1-ലേക്ക് അപ്ലൈ ചെയ്തു. ഇക്വേഷൻ 1-നകത്ത് ആര് കിടപ്പുണ്ട്? ഒരു n ഏറ്റവും ഔട്ട്സൈഡ് കിടപ്പുണ്ട്. അപ്പോൾ ആ n കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 2n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2n+1 ഇൻറ്റു 2n+3. അപ്പം ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ, അതായത് ഇൻ്റഗ്രൽ -1 to 1 x² - 1 പ്രൂവ് ചെയ്യാൻ നമ്മളിവിടെ 2 റെക്കറൻസ് റിലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് റെക്കറൻസ് റിലേഷൻ 5 x² - 1 അല്ലെങ്കിൽ 1 - x² ഉൾപ്പെട്ടിട്ടുള്ള റെക്കറൻസ് റിലേഷൻ 5-നകത്തുനിന്നും അപ്ലൈ ചെയ്യുന്നു. അതുകൂടാതെ എക്സ് പി എന്നിന് പകരം റെക്കറൻസ് റിലേഷൻ 1-ഉം അപ്ലൈ ചെയ്യുന്നു. ഇതിനൊപ്പം ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി n=m ആണെങ്കിൽ 0യും n=m ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2n+1 എന്നുള്ള റിസൾട്ടും അപ്ലൈ ചെയ്തിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രൂവ് ദാറ്റ് ഇൻ്റഗ്രൽ 0 to 1 pn² x dx = 1 ഡിവൈഡഡ് ബൈ 2n+1. ഇൻ്റഗ്രൽ 0 to 1 pn² dx = 1 ഡിവൈഡഡ് ബൈ 2n+1. നമുക്കറിയാം ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി. ഇവിടെ ഞാൻ ഒന്നുകൂടി എഴുതിയേക്കുന്നതേ ഉള്ളൂ. n m-ഉമായിട്ട് ഈക്വൽ ആണെങ്കിൽ 2 ഡിവൈഡഡ് ബൈ 2n+1ഉം m-ഉം n-ഉം ഈക്വൽ അല്ല എങ്കിൽ 0യുമാണ്. സോ കൺസിഡർ ഇൻ്റഗ്രൽ -1 to 1 pnx ഇൻറ്റു pnx dx. pnx ഇൻറ്റു pnx n ഒരുപോലെ വരുവാണ്. pn² x അല്ലേ ചോദിച്ചേക്കുന്നത്, അതായത് pnx ഇൻറ്റു pnx dx. അപ്പോൾ എന്ത് വരും? 2 ഡിവൈഡഡ് ബൈ 2n+1 എന്ന് വരും. പക്ഷേ pnx ഇൻറ്റു pnx pn² എക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ്സ് ആൻ ഈവൻ ഫംഗ്ഷൻ. കാരണം pnxൻ്റെ ഫോർമുല തന്നെ നമുക്കറിയാം, 1/n ഫാക്ടർ ഇൻറ്റു 2n d(n/dx(n) ഓഫ് x² - 1 ദ ഹോൾ റേസ് ടു n ആണ്. അപ്പം എക്സിന് പകരം -x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും എന്ത് ഇക്വേഷനാണ്? ഈവൻ ആയിട്ട് തന്നെ നിൽക്കുന്നു. സോ ഇൻ്റഗ്രൽ -1 to 1 pn² x dx എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആയത് കാരണം ഇൻ്റഗ്രൽ -a to a എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എന്ന് അപ്ലൈ ചെയ്യാം. അതേ റിസൾട്ട് തന്നെ ഇവിടെ അപ്ലൈ ചെയ്യുവാണ്. 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 pn² dx. നമുക്ക് അതേ റിസൾട്ട് pn എന്ന് പറയുന്ന ഈവൻ ഫംഗ്ഷനാണ്. സോ pn² dxന് ഇൻ്റഗ്രൽ 0 to 1 എന്നാക്കി. അവിടെ 2ഉം 2ഉം ക്യാൻസലായിപ്പോയി. ഇൻ്റഗ്രൽ 0 to 1 pn² dx എന്തായി മാറും? 1 ഡിവൈഡഡ് ബൈ 2n+1 എന്നുള്ള റിസൾട്ടിലെത്തും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -1 to 1 pnx dx = 0 ഇഫ് n ≠ 0. എന്നിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ pnx dx എന്ന് പറയുന്ന 0 ആകും. അതിനിവിടെ നമ്മൾ ഇതേ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിക്കകത്ത് -1 to 1 pnx dx എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. pnx dxനെ ഞാൻ ഇൻ്റഗ്രൽ -1 to 1 pnx ഇൻറ്റു 1 dx എന്ന് എഴുതി. pnx ഇൻറ്റു 1 pnx തന്നെയാണല്ലോ. ഇനി 1-ന് പകരം നമുക്കൊരു പോളിനോമിയൽ ഉണ്ട്. ലെജൻഡേഴ്സ് പോളിനോമിയൽ അനുസരിച്ച് p0x 1 ആണ്. അപ്പം 1-ന് പകരം എന്ത് കൊടുക്കാം? p0x കൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ -1 to 1 pnx ഇൻറ്റു p0x dx. ഇവിടെ നേരെ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാം. എന്താണ്? n 0 അല്ല എന്ന് ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട്. n 0 അല്ലാത്തത് കാരണം 2 ഡിവൈഡഡ് ബൈ 2n+1. എന്നിന് പകരം അപ്പോൾ എന്ത് കൊടുക്കണം? ഇവിടെ
0 ആണ് വരുന്നത്. അപ്പം സോറി n 0 അല്ലാത്തത് കാരണം 2/2n+1 അല്ല 0 ആകും അല്ലേ. n നോട്ട് ഈക്വൽ ടു m. അപ്പോൾ ഇവിടെ n 0 അല്ല എന്ന് പറഞ്ഞേക്കുന്നത് കാരണം ആൻസർ എന്ത് തന്നെ കിട്ടും? 0 എന്ന് കിട്ടും. സോ കൺസിഡർ -1 to 1 pnx into p0x dx ഈക്വൽ ടു 0. ഇനി അതേപോലെ തന്നെ റിസൾട്ട് ഇൻ്റഗ്രൽ -1 to 1 p0x dx ഈക്വൽ ടു 2 എന്ന് കാണിക്കാനാണ് പറയുന്നത്. നമുക്ക് ഈ പല ക്വസ്റ്റിനും പല രീതിയിലും കാണിക്കാം കേട്ടോ. p0xന് 1 എന്നുള്ള വാല്യൂ കൊടുത്ത് ഞാൻ വെറുതെ ഇൻ്റഗ്രേഷൻ നടത്തിയപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? 2 എന്ന് ആൻസർ കിട്ടി. p0xന് 1 എന്ന് കൊടുത്ത്. ഇനി അങ്ങനല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? p0x into 1 എന്ന് കൊടുക്കാം. 1ന് പകരം വീണ്ടും ഒരു p0x കൊടുക്കുക. അപ്പോൾ p0 സ്ക്വയർ എന്നാവും. p0 സ്ക്വയർ x എന്നാകും. അപ്പോൾ ഏത് വരും? ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിയുടെ n ഈക്വൽ ടു m. സോ 2/2n+1. n-ൻ്റെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പം ഡിനോമിനേറ്റർ 2n+1 2 × 0 + 1 1 ആവും. ഈക്വൽ ടു 2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ അത് അടുത്ത പ്രോബ്ലത്തിനകത്ത് തന്നിട്ടുണ്ട്. എന്താണ്? ഇൻ്റഗ്രൽ -1 to 1 pnx dx ഈക്വൽ ടു 2 ഇഫ് n ഈക്വൽ ടു 0. pnx dx എന്താവും? 2 ആകും. കാരണം n-ഉം 0-യും ഈക്വൽ ആണെങ്കിൽ p0 സ്ക്വയർ x എന്ന് തന്നെ വരും. ആ p0x² എന്ന് പറയുന്നത് അപ്ലൈ ചെയ്താൽ n-ൻ്റെ വാല്യൂ എന്തായിക്കോളും? p0x എന്ന് പറയുന്നത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. അപ്പം n ഈക്വൽ ടു m ആണ്. സോ ആൻസർ ഈസ് 2 എന്ന് കിട്ടും. ഈ 3ഉം 4ഉം 5ഉം ഒരേ ക്വസ്റ്റ്യൻ, ഒരേ ടൈപ്പ് പ്രോബ്ലം തന്നെ, ഒരേ ഫോം തന്നെ പല രീതിയിലായിട്ട് ചോദിച്ചേക്കുന്നു എന്ന് മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -1 to 1 x pnx into pn'(x) dx ഈക്വൽ ടു 2n/2n+1 എന്ന് കാണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സോ ഇൻ്റഗ്രൽ -1 to 1 x pnx into pn'(x) dx എന്നാണ് തന്നേക്കുന്നത്. x pn into pn'(x). ഇവിടെ എക്സ് പി എന്നിന് പകരം അപ്ലൈ ചെയ്താലും നമ്മൾ റെക്കറൻസ് റിലേഷൻ അപ്ലൈ ചെയ്യാമെന്ന് നോക്കിയാലും pn' ആണ് വന്ന് കിടക്കുന്നത്. pn' വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണമെങ്കിൽ ഡാഷ് ഡെറിവേറ്റീവ് വരാൻ പാടില്ല. pn' എന്നോ pn" എന്നോ വന്നാൽ ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളിവിടെ ചെയ്യുന്നത് ഇൻ്റഗ്രൽ u v, അതായത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ u v u ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് v മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് u ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് v. അതേ ഫോം തന്നെ ഇവിടെ ഞാൻ u ആയിട്ട് എടുക്കുന്നത് x pnxും v ആയിട്ട് pn'(x)ഉം എടുത്തു. അപ്പോൾ എന്താണ്? ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് അല്ലേ. അപ്പോൾ x pnx ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 pn'(x) dx മൈനസ് ഇൻ്റഗ്രൽ -1 to 1 ഡെറിവേറ്റീവ് ഓഫ് x pnx ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1 pn'(x) dx. എന്ത് വരും? ഇൻ്റഗ്രൽ -1 to 1 pn'(x) എന്ന് പറയുന്നത് pn' ഡെറിവേറ്റീവും ഇൻ്റഗ്രേഷനും വന്നു കഴിഞ്ഞാൽ അത് രണ്ടും ഇൻവേഴ്സ് ആണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയത് കാരണം pn ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. സോ x pnx ഇൻറ്റു pnx എന്ന് തന്നെ വരും. x pnx ഇൻറ്റു pnx മൈനസ് ഏതാണ്? റേഞ്ച് -1 to 1 മൈനസ് ഇൻ്റഗ്രൽ -1 to 1 x pnxൻ്റെ ഡെറിവേറ്റീവ്. x pnxൻ്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇൻറ്റു x ഇൻറ്റു pn' പ്ലസ് pn ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് pn'(x) എന്തായി മാറും? വീണ്ടും pn ആയി മാറും ഇൻറ്റു pn dx. ഓക്കെ, ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് ഫംഗ്ഷൻ x pnx ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് വരുമ്പം pn ആയിട്ട് തന്നെ മാറും. സോ റേഞ്ച് -1 to 1 അവിടെ അപ്ലൈ ചെയ്യുക. അടുത്തടുത്ത് വരുമ്പോൾ എന്ത് വരും? മൈനസ് ഇൻ്റഗ്രൽ -1 to 1 x pn' പ്ലസ് pn അവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു ഇൻറ്റു ഇൻ്റഗ്രൽ pn' pn ആയി മാറി. സോ അടുത്ത എന്താണ് വരുന്നത്? ഇൻ്റഗ്രൽ -1 to 1. അപ്പം 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 എന്ന് പറയുന്ന അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 1 ഇൻറ്റു pn(1) വരും, pn(1). സോ pn² 1 മൈനസ് എക്സിന് വാല്യൂ -1 കൊടുക്കുമ്പോൾ വീണ്ടും ഒരു മൈനസ്. സോ മൈനസും പ്ലസ് pn² -1. ഓക്കെ, മൈനസ് ഇൻ്റഗ്രൽ -1 to 1 x ഇൻറ്റു pn' മൈനസ് എന്ത് വരും? ഇൻ്റഗ്രൽ -1 to 1 pn² dx. ഓക്കെ, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അപ്ലൈ ചെയ്തു. ഇനി നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ -1 to 1 x ഇൻറ്റു pn'. അതേ സാധനം തന്നെ ഇവിടെ വന്നില്ലേ അകത്ത്? -x pn' ഇൻറ്റു pn എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ i ഈക്വൽ ടു എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ? അപ്പറേ സൈഡിലും ഇപ്പറേ സൈഡിലും i വന്നാൽ 2i എന്ന് എഴുതാൻ മേലെ. സോ എന്ത് വരാം?
പി എൻ സ്ക്വയർ 1 പി എൻ സ്ക്വയർ 1 എന്ന് പറഞ്ഞാൽ പി എൻ ഓഫ് 1 1 ആണെന്ന് നമുക്കറിയാം. പി എൻ ഓഫ് 1 1 ആയത് കാരണം 1 അപ്ലൈ ചെയ്തു. പി എൻ ഓഫ് -1 പി എൻ ഓഫ് -1 ദ ഹോൾ റേസ് ടു എൻ ആ. പക്ഷേ പി എൻ -1 ദ ഹോൾ സ്ക്വയർ ഉള്ളത് കാരണം -1 ദ ഹോൾ റേസ് ടു 2n അതും 1 ആകും. സോ 1 + 1 2 എന്ന് വരും. മൈനസ് ഇൻ്റഗ്രൽ -1 to 1 എക്സ് പി എൻ ഡാഷ് പി എൻ മൈനസ് പി എൻ സ്ക്വയർ. പി എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഓർത്തോഗണാലിറ്റി പ്രോപ്പർട്ടിയുടെ സെക്കൻഡ് വൺ n = m. അപ്പോൾ 2 ഡിവൈഡഡ് ബൈ 2n + 1. സോ ഈ -1 to 1 എക്സ് പി എൻ ഡാഷ് പി എൻ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പം എന്ത് വരും? 2 ഇൻറ്റു, കാരണം ഓൾറെഡി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തുണ്ട്? -1 to 1 എക്സ് പി എൻ ഇൻറ്റു പി എൻ ഡാഷ് ഉണ്ട്. അപ്പം ഇവിടെ അടുത്തതും കൂടി ഇപ്പറേ സൈഡിലേക്ക് വരുമ്പം 2 ഇൻ്റഗ്രൽ -1 to 1 എക്സ് പി എൻ ഇൻറ്റു പി എൻ ഡാഷ് ഈക്വൽ ടു 2 - 2 ഡിവൈഡഡ് ബൈ 2n + 1. നമുക്ക് 2ഉം 2ഉം ഒരു 2 ക്യാൻസൽ ചെയ്യാം അല്ലേ? കോമൺ ആയിട്ട് എടുത്ത് 2 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 - 1/2n + 1. LCM എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 2n ഡിവൈഡഡ് ബൈ 2n + 1. സോ ദ ആൻസർ ഈസ് 2n ഡിവൈഡഡ് ബൈ 2n + 1. ഓക്കെ.